ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആശ പവറിൻ്റെ MPPT ആണ്. അതായത് 50 ആംപിയർ വരുന്ന 50 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്ന MPPT ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാളേഷനാണ്. നമ്മളതിൻ്റെ നേരത്തെ പുതിയത് വാങ്ങിച്ചത് കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒരു മാനുവൽ ഇതുണ്ട്. ഇനി നമ്മളതിലേക്ക് വരുന്ന വയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിനായിട്ട് വരുന്ന വയർ കാര്യങ്ങൾ ഈ രണ്ട് നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പ്ലസ് മൈനസ് വയറുകളാണ്. അതായത് 165 AH ഒരു ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഇൻവെർട്ടർ സെക്ഷനിൽ നേരെ കണക്ട് ചെയ്തു. അതിലേക്ക് വന്ന ബാറ്ററിയുടെ സെക്ഷനിൽ നിന്നുമാണ് രണ്ട് വയർ നമ്മൾ വരുന്നുണ്ട് സോളാറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഇൻവെർട്ടറിലേക്കും പോകുന്നുണ്ടാവും, അതേപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് വേറെ രണ്ട് വയർ വരുന്നുണ്ടാവും. അത് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ സോളാറിലേക്കും വരുന്നുണ്ട്. അത് കൂടാതെ അതിൻ്റെ പാനലിൽ നിന്ന് പ്ലസ് മൈനസ് രണ്ട് വയർ വരുന്നുണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ ഒരു ഫേസ് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് കൺട്രോൾ ചെയ്യുന്നത് ഫേസ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളതിൻ്റെ ആംബിയർ കാര്യങ്ങൾ നോവ 50 എന്ന് പറയുന്ന മോഡലാണ്. ആശ പവറിൻ്റെ തന്നെ നോവ 50 എന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വയർ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുന്ന സമയത്ത് ആ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ താഴെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരുന്നത് സോളാർ പാനലിൻ്റെ പ്ലസ്, സോളാർ പാനലിൽ നിന്ന് വരുന്ന പ്ലസ് മൈനസ്, ബാറ്ററിയിൽ നിന്ന് മൈനസ് പ്ലസ്, പിന്നെ നമ്മൾ വരുന്ന KSEBയുടെ ഇൻ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് ആണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. അതായത് സോളാർ അത്യാവശ്യം ബാറ്ററി ഫുൾ ചാർജായി കഴിയുമ്പോൾ KSEB കട്ടായിട്ട് സോളാറിൽ നിന്ന് വർക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ പാനൽ കൊടുത്തിരിക്കുന്നത് 540യുടെ. അതായത് 545ൻ്റെ ഒറ്റ പാനൽ തന്നെയാണ് കൊടുത്തത്. ഒറ്റ പാനലാണ് കൊടുത്തത്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻ ഔട്ടാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും ബാറ്ററിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്ലസ് മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യണം. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്ന് വന്നിരിക്കുന്നതും നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വന്നിരിക്കും. ആദ്യമേ തന്നെ നമുക്ക് സോളാർ പാനൽ അല്ലെങ്കിൽ ബാറ്ററിയാണ് ഏറ്റവും ആദ്യം കണക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ ആണ് ഏറ്റവും ആദ്യം MPPTയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടറിലേക്ക് നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോകണമല്ലോ. ആ ഇൻവെർട്ടർ സെക്ഷൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ ബൈപ്പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് അതിൽ നിന്ന് ഇന്ന് വരും. അതിൻ്റെ ഒരു ഔട്ടാണ് നേരെ ഇൻവെർട്ടർ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചാർജിങ് സെക്ഷന് വേണ്ടി പോകുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ വർക്ക് ചെയ്യുന്ന സമയത്ത് സോളാറിൽ നിന്നായിരിക്കണം ബാറ്ററി മൊത്തം ചാർജിങ്ങും അതുപോലെ തന്നെ സോളാർ വർക്ക് ചെയ്യുന്നതെല്ലാം. അതിന് വേണ്ടിയിട്ടാണ് ആ ഫേസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ക്യാപ്പ് ഉണ്ട്, അത് സ്ക്രൂ ആണ്. അത് ഊരിയെടുത്താലും സെയിം തന്നെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണിച്ച് സോളാർ പാനൽ, ബാറ്ററി ടെർമിനൽ, പിന്നെ ഫേസ് ഇൻ ഔട്ട് അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് കാണാം. ഓരോന്നും നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ മൈനസിലേക്ക് കണക്ട് ചെയ്തു, പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം MPPTയിലേക്ക് ബാറ്ററിയാണ് ഏറ്റവും ആദ്യം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് കണ്ടോ 12.1 വോൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പാനൽ വോൾട്ടേജ് 0 ആണ് കാണിച്ചിരിക്കുന്നത്. യൂണിറ്റ്, അതായത് ഇന്ന് ജനറേറ്റ് ചെയ്ത യൂണിറ്റ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ബാറ്ററി ഉണ്ട് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഇൻവെർട്ടർ മോഡ് ഓഫ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതിൻ്റെ അത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനലാണ് കണക്ട് ചെയ്യേണ്ടത്. പാനലിൻ്റെ പ്ലസ് മൈനസ് നമ്മൾ കണക്ട് ചെയ്തു. പാനലിൻ്റെ പ്ലസ് വോൾട്ടേജിൽ വരുന്ന പാനലിൽ വരുന്ന രണ്ടെണ്ണം കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നോക്കാം, പാനൽ വോൾട്ടേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു. ഏറ്റവും ആദ്യം ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ പാനൽ വോൾട്ടേജ് 38.7 കാണിക്കുന്നുണ്ട്. അതിൻ്റെ വാട്ട്സും കാര്യങ്ങളും കണ്ടോ. അപ്പോൾ ബാറ്ററിയിൽ കണക്ട് ചെയ്ത സമയത്ത് സോളാറിൻ്റെ ഇൻഡിക്കേഷൻ ചാർജ് ഓക്കെ ആയി. സോളാറിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. സോളാറിലേക്ക് ഓൾറെഡി ഓക്കെ ആയി. ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്നുള്ള ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞു. ഇനി അതിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് ആ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നത്. ആ ബ്ലിങ്കിങ് കാര്യങ്ങൾ ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ബ്ലിങ്കിങ് നിൽക്കും. അതിൻ്റെ പാനൽ വോൾട്ടേജ് കാര്യങ്ങൾ 36 വോൾട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ എടുക്കുന്ന വാട്ട്സ് 84 വാട്ട്സാണ്. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാറ്ററി ഫുൾ ചാർജായി ഏകദേശം ഒരു 13.5 ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 13.5 വോൾട്ട് ബാറ്ററി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറിലേക്കാവും. അതായത് ഇപ്പുറത്ത് നമ്മൾ കാണുന്ന ആ LED ഉണ്ടോ, ആ LED വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് സോളാറിൽ നിന്ന് ഡയറക്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷൻസും കൊടുത്തു. ബാറ്ററിയിലേക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ MPPT കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ബാറ്ററി ആയിരിക്കണം കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫേസ് വരുന്നതെന്ന് പറയുന്നത് കണ്ടോ. ഇത് നമ്മൾ ഈ ഫേസ് ആണ് ഇൻവെർട്ടറിലേക്ക് വരുന്ന ലൈൻ കൺട്രോൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറിപ്പോകരുത്. ലൈൻ ഫേസ് ന്യൂട്രൽ കറക്റ്റായിട്ട് ഇൻവെർട്ടറിലേക്ക് പോകും. അതിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്ന് ഫേസ് നേരെ വന്നതിന് ശേഷം ഈ MPPTയുടെ ഇന്നിൽ ഫേസ് ഇന്നെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട് അതിൽ കൊടുക്കുക. പിന്നെ ഔട്ടിലും കൊടുത്തതിന് ശേഷം ഔട്ട് നേരെ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അത് ഇൻവെർട്ടറിൻ്റെ ചാർജിങ് ആണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇൻവെർട്ടറിൻ്റെ ചാർജിങ് കൺട്രോൾ ചെയ്താലേ സോളാർ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ഇൻവെർട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ മെയിനായിട്ട് വെക്കുന്നതും. അതുകൂടാതെ തന്നെ ചാർജായി കഴിയുമ്പോൾ ഈ സോളാറിൽ നിന്ന് മൊത്തം ഇൻവെർട്ടർ വർക്ക് ചെയ്യാനും വേണ്ടി.
പിന്നെ ഇതിൻ്റെ ഓരോ സെക്ഷനുകളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ സോളാർ എപ്പോഴാണ് നമുക്ക് സോളാർ ബാറ്ററി ഫുൾ ചാർജായി എത്ര വോൾട്ടിലാണ് നമുക്ക് സോളാറിലേക്ക് ഫുൾ കൺവേർട്ട് ആവുന്നതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 13.5 വോൾട്ടിലാണ്. 13.5 വോൾട്ടിൽ ബാറ്ററി ഫുൾ ചാർജ് ആവുന്ന അവസ്ഥയിൽ വരും. ആ അവസ്ഥയിലേക്ക് നേരെ സോളാറിലേക്ക് തന്നെ ചേഞ്ച് ആവും. അതിനുശേഷം പിന്നെ ബാറ്ററി ഡൗൺ ആവുന്ന ഒരു സമയമുണ്ട്. അതായത് ഏകദേശം ഇതിപ്പോൾ സംഭവിക്കുന്ന ഏകദേശം കാലത്ത് നല്ല വെയിലും കാര്യങ്ങളുള്ള സമയമാണെങ്കിൽ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴാണ് സാധാരണ നോർമലി സംഭവിക്കുന്നത്. ഒരു 9 മണിയാകുമ്പോഴേക്കും അത്യാവശ്യം ബാറ്ററി ഫുൾ ചാർജ് ആവും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ സോളാറിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ KCB ലൈൻ കട്ടാവും. അതായത് ഫേസ് ന്യൂട്രൽ നമ്മൾ ഫേസ് കൊടുത്തിട്ടുണ്ടല്ലോ ലൈൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അത് സെക്ഷൻ കട്ടായതിന് ശേഷം പിന്നെ വർക്ക് ചെയ്യുന്ന എല്ലാം തന്നെ സോളാറിൽ നിന്നായിരിക്കും. അതായത് KCB കറണ്ട് പോയൊരവസ്ഥയിലായിരിക്കും പിന്നെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വൈകിട്ട് ഏകദേശം അതേ ലെവലിലൊരു വെയിൽ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ വൈകിട്ട് ഏകദേശം ഒരു 8, 8:30, 9 മണി വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ബാക്കപ്പ് കാര്യങ്ങൾ കിട്ടും. ചില സമയങ്ങളിൽ നമുക്ക് രാത്രി 9:30 വരെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ട്സിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഏകദേശം അത് ഡ്രൈ ആവുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു 13.5 വോൾട്ടിലാണ് ബാറ്ററി കട്ടായതിന് ശേഷം, അതായത് സോളാർ KCB കട്ടായിട്ട് സോളാറിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് അവസാനം വരുന്നത് അതുപോലെ തന്നെ നേരെ ഏകദേശം ഒരു 11.5 വോൾട്ടിലാണ് പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് വന്നിരിക്കുന്നത്. 11.5 വോൾട്ടിൽ സെറ്റിങ്സ് വന്നിട്ട് അത് തിരിച്ച് റിട്ടേൺ അവസ്ഥയിലേക്ക് വരും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എപ്പോഴാണ് ചാർജിങ് സെക്ഷനിലേക്ക് പോകുന്നത്, എപ്പോഴാണ് കട്ടാവുന്നത്, എപ്പോഴാണ് തിരിച്ച് റിട്ടേൺ KCBയിലേക്ക് രാത്രി എപ്പോഴാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒറ്റ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താനേക്കാൾ റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഹൈ ലെങ്തി ആയി പോകും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മിനിറ്റോളം തന്നെ ഇപ്പോൾ വീഡിയോ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പരിചയപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ്, നമ്മൾ എപ്പോഴും MPPT വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കണക്ട് ചെയ്യേണ്ടത് ബാറ്ററി ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററി ടെർമിനലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററി ടെർമിനലിൻ്റെ പ്ലസ് മൈനസ് മസ്റ്റായിട്ടും ഏറ്റവും ആദ്യം കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ പാനലിൻ്റെ പ്ലസ് മൈനസ് കണക്ട് ചെയ്യണം. പ്ലസ് മൈനസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് DC പോലെ നമ്മൾ ഉപയോഗിക്കുന്നതിന് അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇൻവെർട്ടർ സെക്ഷൻ ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇൻവെർട്ടർ സെക്ഷൻ്റെ ഫേസ് ഇന്നും ഔട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അതായത് ഇൻവെർട്ടറിൻ്റെ ഫേസ് ഉദ്ദേശിക്കുന്നത് ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഫേസ് കൺട്രോൾ ചെയ്താലേ നമുക്ക് ഇതിൻ്റെ സോളാർ കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻവെർട്ടർ ഫേസ് ലൈൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ കണക്റ്റായിട്ട് പോകും. ഫേസ് ഇൻവെർട്ടർ ഫേസ് വരുന്നത് നേരെ ഈ പറയുന്ന MPPTയിൽ കയറി ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ MPPTയിൽ കയറി ഇറങ്ങി വരുന്നതുകൊണ്ട് MPPTയുടെ റിലേ വർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാറ്ററി ഫുൾ ചാർജ് ആവുന്ന സമയത്ത് KCB ലൈൻ കട്ടാവും. KCB ലൈൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ വർക്ക് ചെയ്യുന്നത് സോളാറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.